ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള എള്ളുണ്ട. നല്ല അടിപൊളി എള്ളുണ്ടയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. അതേ ടേസ്റ്റിൽ അതേ ഗുണത്തിൽ നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ആദ്യമായി നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എള്ള് ഇട്ട് കൊടുത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റൗ നമ്മൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. എള്ള് ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക, അടിയിൽ പിടിക്കാതെ നോക്കണം. എള്ള് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കാനായിട്ട് നമ്മൾ ശർക്കര പാനി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന് ചേർക്കേണ്ട നെയ്യും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എള്ള് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ച് പിന്നീട് കൊടുക്കാം. അങ്ങനെ ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എള്ളിൽ മുഴുവൻ ഭാഗത്തും ഈ ശർക്കര പാനി എത്തത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. കൂടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തുടർച്ചയായി തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നേരത്തെ ഒഴിച്ചത് പോരാ എന്ന് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എള്ളിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ മനസ്സിലാവും ഇത് ആവശ്യത്തിനുള്ള ഉണ്ടോ എന്നുള്ളത്. അത് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചാൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏകദേശം സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി 1-2 സാധനങ്ങൾ കൂടി നമുക്കിതിനകത്ത് ചേർക്കാനുണ്ട്. അതുകൂടി ചേർത്ത് കഴിയുമ്പോഴേ നമ്മുടെ ഈ പാചകം പരിപൂർണമാവുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നെയ്യാണ്. ഇവിടെ ഞാൻ മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒരുപാട് ചേർക്കണ്ട, ആവശ്യത്തിന് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് നല്ല ജീരകവും ഏലക്കയുമാണ്. അത് രണ്ടും പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സംഭവം സെറ്റാക്കി എടുക്കുക. ഞാനിവിടെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി സംഭവം ഇതേ റെഡിയാക്കിയിട്ടുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് ഉണ്ട പിടിക്കണം. ഉണ്ട പിടിക്കാനായിട്ട് നമ്മൾ കയ്യിൽ ഒരല്പം നെയ്യോ എണ്ണയോ പുരട്ടിയിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ നമ്മൾ ഉണ്ട പിടിച്ചെടുക്കുക. ഉണ്ട പിടിച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 by 1 ആയിട്ട് വെക്കുകയാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എള്ള് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് മുഴുവനും ഉണ്ടകളാക്കി മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ലളിതമായി നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എള്ളുണ്ട ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി അവർക്ക് ഫ്രഷായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.